നമസ്കാരം. കേരള കണക്റ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വയം പര്യാപ്തത കൈവരിക്കുക, അത് എല്ലാ തലങ്ങളിലും കൈവരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുടിക്കുന്ന ജലത്തിൻ്റെ കാര്യത്തിലായാലും ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ കാര്യത്തിലായാലും കഴിക്കുന്ന ഭക്ഷണ സാമഗ്രികൾ അതിന് വേണ്ട കാര്യങ്ങളിലായാലും ഒക്കെ അത്യാവശ്യം നമുക്ക് പറ്റുന്നത് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ അല്ലേ? അവിടെയാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളം നമ്മളിനി എത്ര തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വൈദ്യുതിയുടെ കാര്യത്തിൽ ഒരല്പം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് എപ്പോഴും നിലവിലുള്ളത്. അതിന് മറ്റൊരു കാരണം ദൈനംദിനം നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിലെ ഹോം അപ്ലയൻസസിൻ്റെ കാര്യത്തിലായാലും ടെക്നോളജിയുടെ കാര്യത്തിലായാലും ഒക്കെ അത് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കൺസംഷനും കൂടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ റിന്യൂവബിളായിട്ട് ധാരാളം നമുക്ക് സോളാർ എനർജി സമ്പന്നമായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ മേൽക്കൂരകളിൽ തന്നെ ആവശ്യത്തിനുള്ള സോളാർ എനർജി ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് നമുക്ക് സസ്റ്റൈനബിൾ ആവാം, സെൽഫ് റിലയൻറ്റ് ആകാം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഒരുപാട് സ്കീംസും ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് അടക്കം അതിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഉതകുന്ന തരത്തിലുള്ള സഹായം നൽകുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ട്. ഇന്ന് നമ്മൾ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടാണ് ഒരു മണിക്കൂർ സംവദിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് റോയ് ക്രിസ്റ്റി എന്നാണ്. അദ്ദേഹം റെനർജി സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് നമ്മുടെ ഇന്നത്തെ വിഷയം മാറുന്ന കാലഘട്ടത്തിൽ സോളാർ എനർജിയുടെ പ്രാധാന്യം എന്നുള്ളതാണ് വിഷയം. നമുക്ക് നമ്മുടെ അതിഥിയെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. അപ്പം പ്രേക്ഷകരോടായി ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. നിങ്ങളുടെ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മുടെ ഇന്നത്തെ വിഷയം, ഇന്നത്തെ കാലഘട്ടത്തിൽ മാറുന്ന കാലഘട്ടത്തിൽ സോളാർ എനർജിയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളാണ് നമുക്ക് അതിഥിയായിട്ടുള്ളത്. അപ്പോൾ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയൽ ചെയ്ത് നിങ്ങൾക്ക് ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിൽ കോൾ ചെയ്ത് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. കൂടാതെ വാട്സാപ്പായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ഒറ്റ റിക്വസ്റ്റ് ഉള്ളത്, ഫോൺ വിളിക്കാനുള്ള, അതായത് കോൾ ചെയ്യാനുള്ള നമ്പറിലേക്ക് കോൾ ചെയ്യുക. വാട്സാപ്പ് നമ്പർ എക്സ്ക്ലൂസീവ്ലി ഫോർ വാട്സാപ്പ് മാത്രമാണ്. അപ്പോൾ മെസ്സേജസ് വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. സാർ, ഈ സോളാർ എനർജി എന്താണ് എന്നുള്ളത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ആളുകൾക്കൊക്കെ തന്നെ അറിയുന്നതാണ്. പക്ഷേ സോളാർ എനർജിയുടെ ഒരു പ്രാധാന്യം ഈ ഒരു മാറുന്ന കാലഘട്ടത്തിൽ, ഇപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ഈ ഒരു കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്ക് പുതിയ അപ്ലയൻസസ് വരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് പല വീടുകളിലും ഇപ്പം ഒരു ബാറ്ററി റണ്ണായിട്ടുള്ള 2 വീലർ ഇല്ലാത്ത വീടുകൾ കുറഞ്ഞു വരികയാണ്, കാറുകളാവുകയാണ്, വീട്ടിലെ അപ്ലയൻസസ്. അപ്പം ഈ സോളാർ എനർജി ഏറ്റവും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സമയത്താണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം പ്രധാനമാണെന്നുള്ളതൊന്ന് പറഞ്ഞു തുടങ്ങാം. നമുക്കിപ്പം മാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുടിവെള്ളവും ജീവവായുവും പോലെ തന്നെ നമുക്കിപ്പം റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്ന വളരെ അത്യാവശ്യമായൊരു ഘടകമാണ്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും ഇപ്പം നമ്മളിപ്പോൾ റിന്യൂവബിൾ എനർജിയിലേക്ക് ലോകമെമ്പാടും മാറിക്കൊണ്ടിരിക്കും. വരുന്ന കാലാവസ്ഥാ വ്യതിയാനം, നമ്മുടെ വരും തലമുറയ്ക്ക് നല്ല കാര്യങ്ങൾ, ഇത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുക. അപ്പോൾ അതിനോടനുബന്ധിച്ച് പരമാവധി ആൾക്കാർ റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ സോളാർ എനർജിയിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ സോളാറും വിൻഡുമാണ് മെയിനായിട്ടുള്ളതിൽ ഉണ്ടെങ്കിലും സോളാറാണ് നമുക്കിവിടെ റൂഫ് ടോപ്പിൽ വെക്കാനായിട്ട് ഏറ്റവും പറ്റുന്ന ഒരു കാര്യം. ഇതിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗം, എനർജി ഉപയോഗം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ന് വെച്ചാൽ നമ്മുടെ റിക്വയർമെൻറ്റ് ഓരോ കാലഘട്ടത്തിലും കൂടിയിട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ വാഹനങ്ങൾ, അത് പെട്രോൾ ഡീസലിൻ്റെ ഒരു വില വർധനവും അതിൻ്റെ ഒരു ലഭ്യതയും ഒക്കെ നമ്മൾ വളരെ ഒരു പ്രശ്നത്തിലോട്ട് പോവുകയാണ്. അതിനോടനുബന്ധിച്ച് നമുക്ക് വീട്ടിൽ ഇപ്പോൾ 2 വീലറായാലും അല്ലെങ്കിൽ കാറുകളായാലും ഇലക്ട്രിക്കലിലോട്ട് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഉപരി ഗ്യാസ്, ഒരു വീട്ടിൽ ഒരു കുറ്റി ഗ്യാസെങ്കിലും ഒരു മാസം ഉദാഹരണത്തിന് ഒരു 1000 രൂപയെങ്കിലും യൂസ് ചെയ്യാത്ത ഒരാൾ കുറവാണ്. അതിൻ്റെ ലഭ്യതയും വളരെ, ഇപ്പോൾ അതിൻ്റെ റേറ്റും ഒക്കെ ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. അതിൻ്റെ ഇപ്പോൾ നേരത്തെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടിയിരുന്ന ഇപ്പോൾ 45 ദിവസമൊക്കെ പ്രീ ബുക്കിങ്ങും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ഇൻഡക്ഷൻ സ്റ്റൗവിലോട്ട് മാറിക്കഴിഞ്ഞാൽ അതുവഴി നമുക്ക് സോളാർ യൂസ് ചെയ്തുകൊണ്ട് ഈ ഭയങ്കര ഒരു ഇതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് സോളാർ ഇപ്പം ഏറ്റവും പീക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടൈമാണ്. മീൻസ് ഏറ്റവും റേറ്റ് കുറച്ചും നമ്മുടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡിയോടുകൂടി 78,000 രൂപ വരെ സബ്സിഡി ഉണ്ട്. ഇതിനോടെല്ലാം ഉപരി ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. ബാങ്ക് ലോൺ
അതായത് നമ്മളൊരു ഹോം ലോൺ എടുക്കുന്നതിൽ നിന്നും താഴെ ഒരു 5.25% ഇൻട്രസ്റ്റ് റേറ്റ് തൊട്ട് നമുക്ക് ബാങ്ക് ലോൺ അവൈലബിളാണ്. 10 വർഷം വരെ ലോൺ അവൈലബിളുമാണ്. ഇതിനെല്ലാം ഉപരി നമ്മൾ EMI അടയ്ക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് ഇലക്ട്രിസിറ്റി ബില്ലിനും താഴെ നിൽക്കുകയും ചെയ്യും. നമുക്ക് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം. അതായത് ഒരു 4-5 വർഷം കൊണ്ട് നമ്മൾ EMI അടച്ച് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു 25-30 വർഷം നമുക്ക് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ 20-25 വർഷം ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന രീതിയിൽ എല്ലാവർക്കും, ഉദാഹരണത്തിന് ഒരു 1000 രൂപയ്ക്ക് മുകളിൽ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്ന ഒരു കൺസ്യൂമർ ഉറപ്പായിട്ടും സോളാറിലോട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു സജഷൻ. ഉദാഹരണത്തിന് നമുക്ക് സോളാർ വയ്ക്കുമ്പോൾ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ഗുണം, നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് മാത്രമല്ല സേവ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പാചകവാതകം സേവ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇന്ധന ഫ്യൂവൽ, അതായത് നമ്മൾ പെട്രോൾ. ഇപ്പോൾ വേറൊരു കേസ്, നമ്മുടെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു 100-150 രൂപയ്ക്കെങ്കിലും പെട്രോൾ അടിക്കാത്ത ഒരു 2 വീലറിൽ പെട്രോൾ അടിക്കാത്ത ഒരാൾ കാണില്ല. അവർക്ക് ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ 30 ദിവസം തന്നെ ഒരു 4500 രൂപയോളം പെട്രോളിന് തന്നെ സേവ് ചെയ്യാം. 1000 രൂപ ഗ്യാസ് സിലിണ്ടർ നോക്കിക്കഴിഞ്ഞാൽ അത് 1000 രൂപ, അപ്പോൾ ഒരു 5500 രൂപയായി. കൂടാതെ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഒരു 1000 കൂടെ ആകുമ്പോൾ 6500 രൂപ. ഒരു സാധാരണ ഒരു 20,000 മുതൽ 25,000 രൂപ വരെ ഒരു ഏണിങ്സ് ഉള്ള, അല്ലെങ്കിൽ ഒരു ശമ്പളം മേടിക്കുന്ന ആളോ അല്ലെങ്കിൽ പൈസ കിട്ടുന്ന ഒരാളിന് അവർക്ക് ഇത്രയും രൂപ എന്തായാലും അവർ മുടക്കാനുള്ളതാണ്. അവർക്ക് പാചകവാതകമായാലും അല്ലെങ്കിൽ പെട്രോളായാലും ഇലക്ട്രിസിറ്റിക്ക്. അപ്പോൾ അത് മാറി ഇപ്പോൾ ഒരു 3 കിലോ വാട്ട് സിസ്റ്റം വെച്ചാൽ തന്നെ പരമാവധി അവർക്കൊരു റീപേയ്മെൻറ്റ് 10 വർഷത്തേക്കൊക്കെ റീപേയ്മെൻറ്റ് ഒരു 2000 രൂപയ്ക്കൊക്കെ അകത്തേ ആവുള്ളൂ. 2000-2500 രൂപ പരമാവധി ഡിപ്പെൻഡ്. അപ്പോൾ ആ ഒരിത് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ തുക, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് പ്ലസ് പാചകവാതകം, അതുകൂടാതെ തന്നെ പെട്രോൾ ചാർജ്, ഈ 3ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു 7500 റുപ്പീസ് വരെ ഒരു മാസം സേവ് ചെയ്യുക. അവർക്ക് അടയ്ക്കുന്ന EMI ഒരു 2500 രൂപയ്ക്ക് കഴിഞ്ഞാൽ 5000 രൂപ തന്നെ ആ രീതിയിൽ അവർക്ക് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഓക്കെ സാർ, ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്, അത് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് രാഹുലാണ്. എവിടുന്ന് വിളിക്കുന്നു? ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം മാറുന്ന കാലഘട്ടത്തിൽ സോളാർ എനർജിയുടെ പ്രാധാന്യം ആണ്. നമുക്ക് ഒപ്പമുള്ളത് റെനർജി സിസ്റ്റംസിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള റോയ് ക്രിസ്റ്റിയാണ്. സാറിനോട് സംസാരിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം. പണ്ടത്തെ പരസ്യങ്ങൾ കണ്ട് ഞാൻ എനിക്ക് 2 പേര് എന്റെ ടീംസ് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവർ പറയുന്നത് നമുക്കിവിടെ വെക്കാൻ പറ്റത്തില്ല, KSEB അനുവാദം തരില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? ആക്ച്വലി അത് എനിക്ക് തോന്നുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഫീസിബിലിറ്റി. ഇപ്പം പല ആൾക്കാരും ഇപ്പോൾ സോളാർ വെക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് വരുന്നവർക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റം വെക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ഫീസിബിലിറ്റി കഴിയുന്നതാണ്. അപ്പം അതിൽ ഇപ്പം ട്രാൻസ്ഫോമർ ഒരു മിനിമം കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒരു 90% ആയിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു ഫീസിബിൾ. ഉദാഹരണത്തിന് ഒരു 100 kVയുടെ ട്രാൻസ്ഫോമറിൽ അതിലൊരു 70 കിലോ വാട്ട് വരെ അല്ലെങ്കിൽ 75 കിലോ വാട്ട് വരെയൊക്കെ KSEB അനുവദിക്കുകയുള്ളൂ ഒരു ഗ്രിഡ് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. 90%, അതായത് നമ്മുടെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുടെ 90% അവർ ഇപ്പം നമുക്ക് ഗ്രിഡിലോട്ട് കണക്ട് ചെയ്യാനുള്ള അനുമതി തരുള്ളൂ. ഭാവിയിൽ എപ്പോഴെങ്കിലും എനിക്ക് വെക്കാൻ പറ്റുമായിരിക്കുമോ? അല്ല, അത് നമുക്കിപ്പോൾ ഇപ്പം അതിനുള്ള നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇത് പ്രകാരം എല്ലാവർക്കും PM സൂര്യഘർ വഴി അപേക്ഷിക്കുന്ന എല്ലാവർക്കും ഇതിൽ റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കണമെന്നാണ്, ട്രാൻസ്ഫോമർ എൻഹാൻസ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹൈബ്രിഡിൽ വല്ലതും ചെയ്തിട്ട്, ഹൈബ്രിഡ് സിസ്റ്റം വെച്ചിട്ട് ബാറ്ററി ബാക്കപ്പ് വെച്ച് ഇപ്പോൾ ഇനിഷ്യലി സാർ വർക്ക് ചെയ്തതിന് ശേഷം ഭാവിയിൽ ഗ്രിഡിലോട്ട് കണക്ട് ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷൻ ചെയ്തിടുക എന്നുള്ളതായിരിക്കും ഉള്ളത്. അതും ഒരു പൂർണ്ണമായിട്ടല്ല, നമുക്കൊരു ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. ഒരു ഡീംഡ് ഫീസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കേന്ദ്ര സർക്കാർ ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു കറക്റ്റ്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. സർ, ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ശരാശരി മനുഷ്യർക്കെല്ലാം വീട്ടിലൊരു സോളാർ പാനൽ വെക്കണം എന്ന് ആഗ്രഹമുള്ളവർ, കാരണം ഈ നമുക്ക് തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാം, നമുക്ക് തന്നെ ഇലക്ട്രിസിറ്റി നമ്മുടെ കൺസംഷൻ ഉള്ളത്, ആ പറഞ്ഞ പോലെ ഒരു സെൽഫ് റിലയൻറ്റ് ആവുക എന്ന് പറയുന്നത് താല്പര്യമില്ലാത്തവർ വളരെ ചുരുക്കം ആൾക്കാർ മാത്രം. ഈ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ നമ്മുടെ കോളർ പറഞ്ഞ പോലെ ചില പ്രതിബന്ധങ്ങളൊക്കെ വന്നു ചേരാം. അപ്പോൾ എൻ്റെ ചോദ്യം, എന്തൊക്കെയാണ്
പ്രധാനമായി നമുക്ക് നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയിൽ ഒരു സോളാർ പാനൽ സിസ്റ്റം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നിർബന്ധമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ക്ലിയർ ചെയ്ത് പോകേണ്ടതെന്നുള്ളതെന്ന് അത് പറയാം. മെയിനായിട്ട് വരുന്ന ഒരു കാര്യം, നമുക്ക് നമ്മുടെ സോളാർ വെക്കണമെന്നുള്ളൊരു ആഗ്രഹമായിട്ട് ഒരു കസ്റ്റമർ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ സൈറ്റ് ഫീസിബിലിറ്റിയാണ് നോക്കുന്നത്. അതായത് അവിടെ നമുക്ക് സോളാർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സൺ റൈസ് ടു സെറ്റ് അവർക്ക് പ്രൊഡക്ഷൻ കിട്ടുമോ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇത് സൂര്യപ്രകാശത്തു നിന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുക, ഉദാഹരണത്തിന് ഷെയ്ഡുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ റൂഫ്, ഇപ്പം ഓടിട്ട വീടുകൾ, നമുക്ക് അവിടെയൊക്കെ ചിലപ്പോൾ സ്ട്രക്ചർ ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് അല്ലാത്ത ഏത് രീതിയിലുള്ള സ്ട്രക്ചർ വേണമെങ്കിലും ചെയ്യാം. ചില കാര്യങ്ങളിൽ നമുക്ക് കുറേ ലിമിറ്റേഷൻ വരും. ഷെയ്ഡാണ് ഏറ്റവും വലിയ ഇഷ്യൂ. നമുക്ക് ഷെയ്ഡ് ഒരു 75% മുകളിൽ നമുക്ക് വെയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാനാണ് നമ്മുടെ ഒരു ഇതിൽ നമ്മൾ നോക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു രാവിലെ രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഒരു 5-6 മണി വരെ നമുക്ക് പ്രകാശം കിട്ടുന്ന ഒരിതാണ്. അതിലൊരു മിനിമം ഒരു 9-10 മണി തൊട്ട് വൈകുന്നേരം ഒരു 3-4 മണി വരെ പ്രകാശം കിട്ടുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്കൊരു 80-90% വരെ നമുക്ക് സോളാർ വെക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കിട്ടും. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഷാഡോ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കുറയും. അതാണ് അതിൻ്റെ ഒരു ചലഞ്ച്. ഓക്കെ സർ, ഇപ്പം ഈ നമ്മുടെ മേൽക്കൂരകൾ ഇപ്പം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചരിച്ച് വാർത്ത മേൽക്കൂരയുള്ള വീടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ? സാധാരണ നമുക്ക് ഫ്ലാറ്റ് റൂഫിലാണെങ്കിൽ കുറച്ചുകൂടി അത് റെഡിമെയ്ഡ് സ്ട്രക്ചറാണ്. അല്ലാത്തടത്ത് നമുക്ക് കസ്റ്റമൈസ്ഡ് സ്ട്രക്ചർ നമ്മുടെ ഫാബ്രിക്കേഷൻ ടീം വന്ന് അവിടെ നേരത്തെ തന്നെ സൈറ്റ് ഫീസിബിലിറ്റി എടുക്കുന്നവർ എങ്ങനെയാണ് സോളാർ സ്ട്രക്ചർ ചെയ്യുന്നതിനുള്ളൊരു ഇത് കൊണ്ടുവരികയും അവർക്ക് കസ്റ്റമറിന് എങ്ങനെയാണോ ആവശ്യം, ഇപ്പം ഉദാഹരണത്തിന് സ്ലാൻഡിങ് ആയിട്ടുള്ള റൂഫ് അല്ലെങ്കിൽ ഓട് വാട്ടവർ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കസ്റ്റമൈസ്ഡ് സ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് കയറാനുള്ള ലാഡർ ആയാലും ക്ലീനിങ് പാത്ത് ആയാലും ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഷീറ്റ് ഇട്ട്, അതായത് ഇപ്പോൾ ഫ്ലാറ്റ് വാർത്ത വീടുകളുടെ മുകളിൽ തന്നെ ഷീറ്റ് നമ്മൾ ഇടുമല്ലോ, അപ്പോൾ ഷീറ്റിന്റെ മുകളിലും ഈ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴും നമുക്ക് വരുന്ന എൻക്വയറികളിൽ ഒരു 50% മുകളിലും റൂഫിൽ ഷീറ്റ് ഇട്ട കസ്റ്റമറാണ് സോളാർ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ സ്ട്രക്ചർ വെച്ച് നമുക്ക് റൂഫ് ടോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇതുപോലെ തന്നെ ഇപ്പം ഈ പാനൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു സർവീസിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കൊരു മാസം കൂടുമ്പോഴോ 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1-2 ആഴ്ച ഡിപ്പെൻഡ് അപ്പോൺ ദ ക്ലൈമറ്റ് ആൻഡ് സൈറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് പൊടി വീഴുന്നതോ അല്ലെങ്കിൽ അതിൽ ഡേർട്ടി ചെളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്കതിന് പ്രൊഡക്ഷൻ കിട്ടില്ല. അപ്പോൾ അതിനനുബന്ധമായ കാര്യങ്ങൾ ലാഡറോ ക്ലീനിങ് പാത്ത് നല്ല രീതിയിൽ ഇട്ടിട്ട് ഇപ്പോൾ സോളാർ പാനലിനൊരു 20-25 വർഷം 25 വർഷം 30 വർഷം വാറണ്ടി ഉണ്ട് സോളാർ പാനലിന്. അപ്പം നമ്മൾ ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ 25-30 വർഷം ലൈഫ് നിൽക്കുന്ന രീതിയിലുള്ളൊരു സ്ട്രക്ചർ ചെയ്താലേ ഇപ്പോൾ പാനലിന് 25-30 വർഷം വാറണ്ടി കൊടുത്തിട്ട് വെക്കുന്ന സ്ട്രക്ചർ നമുക്ക് ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് മുകളിൽ കയറി ക്ലീൻ ചെയ്യാനോ ഒരു ഓപ്ഷൻ ചെയ്യാതായി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏറ്റവും വലിയ ഇപ്പം സോളാർ EPCകൾ നേരിടുന്ന ചലഞ്ച് ഇപ്പം നമ്മളൊരു സൈറ്റിൽ ഇൻസ്പെക്റ്റ് ചെയ്യുമ്പം അവിടെ ഇപ്പം അഡീഷണൽ സ്ട്രക്ചർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡീഷണൽ കോസ്റ്റ് കൊടുക്കുമ്പോൾ കസ്റ്റമർ ചോദിക്കുന്നത് ഇപ്പം വേറൊരു കമ്പനി കുറച്ച് കോട്ട് ചെയ്തു. അപ്പം നമുക്കിപ്പോൾ റേറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രോഡക്റ്റിൽ കോംപ്രമൈസ് ചെയ്യണം അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യണം, അപ്പോൾ അല്ലെങ്കിൽ സർവീസിൽ. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മളിപ്പം വെക്കുന്ന സ്ട്രക്ചർ മിനിമം ഒരു 25-30 വർഷം നമ്മളൊരു അതിൻ്റെയും കൂടെ ഒരു ലൈഫ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഉപയോഗിക്കുന്ന ക്വാളിറ്റിയും അതിൻ്റെ സൈസും ഇപ്പം അതിൻ്റെ കുറേ സ്പെസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇനി തീർച്ചയായിട്ടും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, കേരള കണക്ട്, ആരാണ്? എന്റെ പേര് ജസ്മി എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ പത്തനംതിട്ട കോന്നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മാറുന്ന കാലഘട്ടത്തിൽ സോളാർ എനർജിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് റെനർജി സിസ്റ്റംസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം. ഓക്കെ, നമസ്കാരം. ഹലോ, നമസ്കാരം സർ. സാർ, എന്റെ വീട്ടിലൊരു 3 കിലോവാട്ടിന്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 2023 എന്റെ പപ്പ ഉള്ള ടൈമിലാണ് വെച്ചത്. പപ്പ ഇപ്പൊ ഇല്ല. അപ്പം അതിപ്പം കുറച്ച് നാളായിട്ട് കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ കൂടിയാണ് വരുന്നത്. അപ്പൊ എനിക്ക് അത് ഏത് കമ്പനിയാണ് വെച്ചതെന്നോ അതിന്റെ സർവീസും കാര്യങ്ങളും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്കത് ഇനിയിപ്പോ എന്തെങ്കിലും ഒരു, അതായത് ഇപ്പൊ കറണ്ട് ബില്ല് കൂടി വരുന്നത് കൊണ്ട് തന്നെ എനിക്കത് നമ്മുടെ പ്ലാന്റ് മൊത്തത്തിലായിട്ടൊന്ന് ചെക്ക് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇല്ലാതിരിക്കുവാണ്. അപ്പം
അതെന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സർ? നമുക്കിപ്പോൾ സർവീസ് ഇപ്പോൾ എനർജീനെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ചെയ്ത കസ്റ്റമറിനാണ് നമ്മൾ സർവീസ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇതുപോലുള്ള കോളുകൾ അല്ലെങ്കിൽ എൻക്വയറീസ് ഇഷ്ടം പോലെ വരാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ EPCയിൽ ഇപ്പോൾ ഞാൻ സോളാർ ചെയ്യുന്നതിൽ ഇപ്പോൾ കസ്റ്റമേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ട്. ഇതൊരു പ്യുവർലി സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ അതുപോലെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. ഇപ്പോൾ സോളാർ പാനൽ, ഇൻവെർട്ടർ, DB ഇതൊക്കെ പല പല സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കുന്നത് കൊണ്ട് തന്നെ ചെയ്യുന്ന സോളാർ EPC ആയിരിക്കും സർവീസ് കൊടുക്കുന്നത്. അപ്പം സോളാർ ചെയ്യുന്ന EPC അല്ലെങ്കിൽ വെണ്ടർ ചെയ്തു തന്ന കമ്പനിയിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല എങ്ങനെ അത് ചെയ്യണമെന്ന്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എനർജിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറുണ്ട്, അതിൽ കയറി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു നീഡ് എ സർവീസ് ഇത് പറഞ്ഞാൽ മതി. ഞാനിത് എനിക്ക് വേറൊരു കമ്പനിയാണ് സോളാർ വെച്ചത്, എനിക്ക് അവിടെ നിന്ന് സർവീസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്ത് തരും. ഓക്കെ ഓക്കെ സാർ. അപ്പം നമുക്ക് ഇതിൽ ഭാവിയിൽ ഇപ്പം നമുക്കിപ്പം ഏതാണ് വെച്ചിരിക്കുന്നതെന്നുള്ളത് വെച്ചിട്ട്, അതായത് ഇപ്പൊ കാറിന്റെ കമ്പനി അല്ലല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിൽ നമ്മുടെ ഇൻവെർട്ടർ, അതായത് ഇൻവെർട്ടറിന്റെ സൈഡിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം സർവീസ് നമുക്ക് ചെയ്തു തരാം. പക്ഷേ അത് പെയ്ഡ് ആയിരിക്കും. ഇപ്പം നിങ്ങളെ പാനൽ കംപ്ലയിൻ്റ് ആയാലോ ഇൻവെർട്ടർ കംപ്ലയിൻ്റ് ആയാലോ നമുക്കിപ്പം നമ്മൾ ത്രൂ ബില്ല് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ആ പ്രോഡക്റ്റിന് വാറണ്ടി തരാൻ പറ്റില്ല. മാനുഫാക്ചറിൻ്റെ എന്തെങ്കിലും സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സപ്പോർട്ട് തരാൻ പറ്റുള്ളൂ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ചലഞ്ചാണ്. നമുക്ക് ഒരു വാറണ്ടി കിട്ടുക എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ചെയ്ത ഒരു ഇൻവോയ്സോ ഇപ്പോൾ ചെയ്ത EPCയോ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് നോക്കുക. ഓക്കെ താങ്ക്സ് ഫോർ കോളിംഗ് സർ. ഇപ്പം ഈ നമുക്ക് ഡൊമസ്റ്റിക് കൺസംഷൻ ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നതിന് ഒരു കോളർ വെയിറ്റിംഗ് ആണ്, അതൊന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ കേരള കണക്ട്, ഇത് ആരാണ്? എവിടുന്നാണ് വിളിക്കുന്നത്? പാലയിൽ നിന്നാണ് അല്ലേ? എനിക്ക് അവിടുന്ന് പറയുന്ന ഒച്ച കുറച്ച് കുറവാണ്, കുറച്ചുകൂടെ ഒന്ന് ഒച്ചത്തിൽ സംസാരിച്ചാൽ നന്നാവുമായിരുന്നു. ഇന്നത്തെ വിഷയം മാറുന്ന കാലഘട്ടത്തിൽ സോളാർ എനർജിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ശ്രീ റോയ് ക്രിസ്റ്റിയാണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. സാറിനോട് സംസാരിക്കാം. എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. അപ്പൊ എന്റെ വീട് എനിക്ക് സോളാർ വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. വീട്ടില് കറണ്ട് ചാർജ് അറൗണ്ട് ഒരു 5000 രൂപയ്ക്ക് പുറത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ വീടിന്റെ 4 ചുറ്റിനും മരങ്ങളാ ചുറ്റപ്പെട്ട സ്ഥലമാണ് വീട്. സൂര്യപ്രകാശം വളരെ കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ അതെന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടോ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സോളാർ പവർ അത് നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് സൂര്യപ്രകാശം കൃത്യമായിട്ട് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ അത് നല്ല രീതിയിൽ ബാധിക്കും. അപ്പം അത് ഇപ്പോൾ സാറിപ്പോൾ ഒരു 5000 രൂപ, സാധാരണ 5000 ബിലോ 5000 ആണ് ഇലക്ട്രിസിറ്റി ബില്ല് ബൈ മന്ത്ലി വരുന്നതുണ്ടെങ്കിൽ നമുക്കൊരു 3 കിലോവാട്ട് റെക്കമെൻഡ് ചെയ്താൽ മതി. സാറിനിപ്പോൾ പ്രൊഡക്ഷൻ കുറച്ചേ കിട്ടുന്നുള്ളൂ. ചിലപ്പോൾ ഒരു 5 കിലോവാട്ട് വെച്ച് കഴിഞ്ഞാൽ 3 കിലോവാട്ടിൻ്റെ ഉൽപ്പാദനമേ കിട്ടുള്ളൂ. ഡിപ്പെൻഡാണ്. അത് നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്താലേ അതിൻ്റെ ഒരു കറക്റ്റ് കൃത്യമായിട്ടുള്ളൊരു അതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര സമയം കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് രാവിലെ എത്ര മണി മുതൽ വൈകുന്നേരം എത്ര മണി വരെ സൂര്യൻ്റെ പ്രകാശം കിട്ടുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ റബ്ബർ മരങ്ങളാണ്. മനസ്സിലായി. അത് നോക്കണം. സൈറ്റ് വിസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു എത്രത്തോളം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുമെന്നുള്ളതിൽ ഒരു കൃത്യത പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. സാറേ, ഞാൻ ചോദിക്കാൻ വന്നത്, അതായത് ഇപ്പം ഡൊമസ്റ്റിക് കൺസംഷന് സാധാരണഗതിയിൽ ഒരു വീട്ടിൽ എത്ര കിലോ വാട്ട് വരെയുള്ള അത് നമുക്ക് ആവശ്യമാണ്? ഏതൊക്കെ രീതിയിലുള്ളതാണ് നമുക്ക് അവൈലബിൾ? ഇപ്പോൾ 3 കിലോ വാട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഏതൊക്കെയാണ് കപ്പാസിറ്റിയിലുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊന്നും? നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 3 കിലോ വാട്ട് 3 കിലോ വാട്ട് തൊട്ടാണ് ചെയ്തു തുടങ്ങുന്നത്. 3 കിലോ വാട്ട് 4, 5, 6. ഇപ്പോൾ ഡൊമസ്റ്റിക് ഒരു ഏറ്റവും ഹൈ പ്രീമിയം ആൾക്കാർ ഒരു 10 കിലോ വാട്ടും 15 കിലോ വാട്ടും വരെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ആവറേജ് ഒരു ബൈ മന്ത്ലി ഒരു 4000-നും 5000-നും ഇടയ്ക്ക് ബില്ല് വരുന്നത്, 2 മാസം കൂടെ ബില്ല് വരുന്നവർക്ക് 3 കിലോ വാട്ട് ഈസ് ഇനഫ്. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമുക്കിപ്പം നേരത്തെ സൂചിപ്പിച്ചിപ്പം ഒരു AC-യോ അല്ലെങ്കിൽ വീട്ടിലുള്ള ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സും അല്ലെങ്കിൽ ഒരു 2 വീലറൊക്കെ ഉള്ളവർക്ക് ഒരു നോർമൽ രീതിയിൽ യൂസ് ചെയ്യുന്നവർക്ക് ഒരു 5000 രൂപ വരെയൊക്കെ ബില്ലാണ് സാധാരണ വരാറുള്ളത് 2 മാസം കൂടുമ്പം. അവർക്കൊരു 3 കിലോ വാട്ട് സിസ്റ്റമാണ് ഏറ്റവും അത്യാവശ്യം നമുക്ക് കറക്റ്റാണ്. പിന്നെ നമുക്ക് ഇവർ എപ്പോഴും നമ്മൾ ഒരു കൺസ്യൂമർ ചിന്തിക്കാനുള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ റിക്വയർമെൻ്റ് അല്ല, ഭാവിയിലെ റിക്വയർമെൻറ്റൂടെ മനസ്സിലാക്കി വേണം നമ്മളൊരു പ്ലാന്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് നമുക്കൊരു 3 കിലോ വാട്ട് സിസ്റ്റം ചെയ്യുമ്പം
നമ്മുടെ ഒരു ഇൻവെർട്ടർ കപ്പാസിറ്റി ഒരു 5 കിലോ വാട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്കൊരു 2 കിലോ വാട്ട് കൂടെ മോഡ്യൂൾ അല്ലെങ്കിൽ പാനൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്ഷൻ കൂടെ എക്സ്ട്രാ കിട്ടും. ഭാവിയിൽ ചിലപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് കാർ എടുക്കും, അല്ലെങ്കിൽ ഒരു AC എക്സ്ട്രാ വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ റിക്വയർമെൻറ്റ് നമ്മുടെ ജീവിത നിലവാരം അനുസരിച്ച് മാർക്ക്. അപ്പോൾ അതൊരു നല്ലതായിരിക്കും, നല്ലത് ഇപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതെ, അല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു ഡൊമസ്റ്റിക് യൂസേജ് തന്നെ ഇപ്പോൾ ഡിഷ് വാഷേഴ്സ് ഇല്ലാത്ത വീടുകൾ വിരളമായി കൊണ്ടിരിക്കുന്നത്. കാരണം അതും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ, അതുപോലെ ക്ലീനിങ്ങിന് റോബോട്ടിക് വാക്യൂം ക്ലീനർ. അപ്പോൾ ഇതെല്ലാം എനർജി വേണ്ടതാണല്ലോ അല്ലേ? ഇത് ഇല്ല, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ആക്ച്വലി നമുക്കിപ്പം ഇന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർന്നു പോകും. പെട്രോൾ, ഡീസൽ, ഗ്യാസ്, അതുപോലെ ഇതിനൊക്കെ ഒരു കുറേ ലിമിറ്റേഷൻസും ഉണ്ട്. അവൈലബിലിറ്റി പ്രശ്നം, പ്രൈസ്. ഇപ്പോൾ കിട്ടിയാൽ തന്നെ പ്രൈസ് ഭയങ്കരം, പ്രൈസ് കൂടിയാൽ തന്നെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ, അതിനെല്ലാം ഒരു ഭയങ്കര ഒരു ഉപയോഗമാണ് ഈ സോളാർ വയ്ക്കുക എന്നുള്ളത്. നമുക്ക് പാചകവാതമായാലും ഇതെല്ലാം പെട്രോളും എല്ലാം കുറയ്ക്കുന്നതിനും, കൂടാതെ നമ്മൾ വരുന്നല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമുക്കൊരു പിശുക്കില്ലാതെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുക എന്നുള്ളൊരു സാധ്യതയും കൂടെയാണ്. അതെ സർ, ഈ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഡൊമസ്റ്റിക് പർപ്പസിന് ഒരു 5000 രൂപ വരെ 2 മാസത്തിലൊരിക്കൽ ബില്ല് വരുന്ന ഒരു വീട്ടിൽ 3 കിലോ വാട്ട് മതിയാകും. വേണമെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്ത് പോകാവുന്ന ഫെസിലിറ്റി ഉണ്ടെന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പം എന്തൊക്കെയാണ് നമ്മളൊരു സോളാർ പ്ലാന്റ് ചെയ്യുമ്പോൾ, വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒരു സർവീസ് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ? നമുക്ക് സോളാർ വെക്കുമ്പം മെയിനായിട്ട് വേണ്ടത് സോളാർ പാനലാണ്. മുകളിൽ വയ്ക്കുന്ന സോളാർ മോഡ്യൂൾസ് എന്ന് പറയും. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ് സോളാർ ഇൻവെർട്ടർ, അതായത് സോളാർ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് DC കറണ്ടാണ്. അപ്പോൾ DC കറണ്ടിനെ AC-യിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് സോളാർ ഇൻവെർട്ടർ വയ്ക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള കോമ്പോണൻറ്റ്സ്. ഇത് കൂടാതെ തന്നെ DC-നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഡിവൈസുള്ള DC-DB, AC പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള AC-DB, ഇതിനെല്ലാം ഉപരി ലൈറ്റ്നിങ് അറസ്റ്റർ വരും. ലൈറ്റ്നിങ് അറസ്റ്റർ അതായത് നമ്മുടെ മിന്നൽ രക്ഷാചാരകം, അതുകൂടാതെ എർത്തിങ് കോമ്പോണൻറ്റ്സ്, ഇപ്പം DC എർത്തിങ്, AC എർത്തിങ്, പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മൾ നെറ്റ് മീറ്റർ, അത് KCB പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ, അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും അറിയാനുള്ള നെറ്റ് മീറ്റർ, പിന്നെ സോളാർ ജനറേഷൻ അറിയാനുള്ള സോളാർ മീറ്റർ, യൂണി ഡയറക്ഷൻ മീറ്റർ. ഇത്രയും സാധനമാണ് മെയിനായിട്ട് വരുന്ന കോമ്പോണൻറ്റ്സ്. ഈ കോമ്പോണൻസിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി, ഇതിപ്പം സാധാരണഗതിയിൽ ഇപ്പം നമുക്കറിയാം പല ഏജൻസീസും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഈ സർവീസ് എടുക്കാൻ നിൽക്കുന്ന ഒരു എൻഡിൽ നിൽക്കുന്ന കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് ടോട്ടലി ബ്ലാങ്ക് ആയിരിക്കും. ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ജഡ്ജ് ചെയ്യാനറിയില്ല. അപ്പം എങ്ങനെയാണ് ഒരു സിസ്റ്റം നല്ലതാണ് എന്ന് എൻഷുർ ചെയ്ത് വാങ്ങിക്കുന്നത്? അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്? ഇപ്പോൾ മാം ചോദിച്ച ചോദ്യം വളരെ ഒരു ക്രൂഷ്യൽ ചോദ്യമാണ്. മീൻസ് ഒരു കസ്റ്റമറിന് സോളാർ വെക്കണമെന്നുള്ളൊരു ആഗ്രഹമായിട്ട് അവരിപ്പോൾ ഗൂഗിളിലായിരിക്കും ആദ്യം സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊക്കെ കമ്പനിയുണ്ട്, ഏത് കമ്പനിയാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് ഉപയോഗിക്കാനുള്ള കോമ്പോണൻറ്റ്സ് ഏതാണ് നല്ലതെന്ന് ഇവർ സെർച്ച് ചെയ്യും. അപ്പം സെർച്ച് ചെയ്യുമ്പോൾ തന്നെ 100 കണക്കിന്, ഇപ്പം 1400-ന് മുകളിൽ കേരളത്തിൽ രജിസ്റ്റേർഡ് ചെയ്ത വെണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടെന്നുള്ളത് വളരെ ചോദ്യം. ഇപ്പം ഈ 1400-1500 പേരുണ്ടെങ്കിലും നമുക്കൊരു ഇൻഡസ്ട്രിയിൽ ഒരു 5 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ 3-4 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളെന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ്. 50-100 കമ്പനികളെ വരുള്ളൂ. ഇപ്പം എനർജി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സോളാർ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏകദേശം 16 വർഷമായി. 2011 തൊട്ട് നമ്മൾ സോളാർ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ കസ്റ്റമർ ഒരു സോളാർ വെക്കണമെന്നുള്ളൊരു ആഗ്രഹമായിട്ട് വരുമ്പോൾ തന്നെ പല വെണ്ടേഴ്സ് അല്ലെങ്കിൽ സോളാർ ചെയ്യുന്ന EPCകൾ കൺസ്യൂമറിൻ്റെ അടുക്ക വരികയും കൊട്ടേഷൻ, പല ബ്രാൻഡുകളുടെ കൊട്ടേഷൻ കൊടുക്കും. ഉദാഹരണത്തിന് ഒരു 3 കിലോ വാട്ട് സിസ്റ്റമായിട്ട് ഒരാൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 ലക്ഷം രൂപ കോട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും, 2,10,000 രൂപ, 2.25 ലക്ഷം രൂപ, ഇങ്ങനെ ഒരു പല ഡിഫറൻ്റ് ആയിട്ടുള്ള റേറ്റുകളിൽ കോട്ട് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ കസ്റ്റമറിനൊരു ഭയങ്കര കൺഫ്യൂഷനിലോട്ട് പോകും. ഒരു പ്രോഡക്റ്റ് തന്നെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു കോമ്പറ്റീഷനുള്ളൊരു മേഖലയാണിത്. ഇപ്പോൾ ഇത് ഒരു മാനുഫാക്ചറിന് ഒരു ഡയറക്റ്റ് സർവീസ് എൻഡ് കസ്റ്റമറിന് കൊടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ സോളാർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉദാഹരണത്തിന് നമ്മളൊരു TVയോ ഫ്രിഡ്ജോ മേടിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു മൈജിയോ അല്ലെങ്കിൽ നന്ദിലത്തു നിന്നൊക്കെ മേടിക്കുന്നു, അത് കഴിഞ്ഞാൽ വാറണ്ടി തരുന്നത് മാനുഫാക്ചറാണ്. നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് ഡയറക്റ്റ്. പക്ഷേ ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇപ്പം സോളാർ പാനലുണ്ട്, സോളാർ ഇൻവെർട്ടറുണ്ട്, AC-DB ഉണ്ട്, DC-DB ഉണ്ട്. ഇതിലെന്താണെന്ന് കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് സോളാർ വെച്ച് EPC വന്ന് നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ നമുക്ക് ആദ്യം വന്ന കോൾ, രണ്ടാമത് വന്ന കോൾ അത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ എന്താണ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പാനൽ കംപ്ലയിൻ്റ് ആവാം, അല്ലെങ്കിൽ ഇൻവെർട്ടർ കംപ്ലയിൻ്റ് ആവാം, അല്ലെങ്കിൽ ഫ്യൂസ് പോവാം, അല്ലെങ്കിൽ ബ്രേക്കർ വല്ലതും ട്രിപ്പായി കിടക്കാം, അല്ലെങ്കിൽ കേബിൾ
ബേൺ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള കാര്യം നമ്മൾ സോളാർ ചെയ്യുന്ന EPCയുടെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ്. അപ്പം ഇവർ ചെയ്യുന്ന സോളാർ EPC ഒരു ട്രസ്റ്റഡ് അല്ല, ലോങ് ടൈം ആയിട്ട് ഇൻഡസ്ട്രിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ എത്ര നാൾ നമുക്ക് സർവേ ചെയ്യവർ. അപ്പോൾ റേറ്റ് കുറച്ച് ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്ന ആൾക്കാർ പ്രോഡക്റ്റ് ചിലപ്പോൾ ബ്രാൻഡ് അത് തന്നെയായിരിക്കും, ഭാവിയിലുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ട് എത്ര എന്ന് വെച്ചാൽ ഇത് നോർമലി ഒരു TVയോ ഫ്രിഡ്ജോ മേടിച്ചാൽ ഒരു 10,000 മുതൽ 25,000 രൂപയ്ക്കൊക്കെ തീരും. ഇത് ലക്ഷങ്ങൾ മുടക്കിയാണ് ഒരു കസ്റ്റമർ സോളാർ വെക്കുന്നത്. അതുകൂടാതെ തന്നെ ലോണും എടുത്തിട്ടാണ്. ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു സർവീസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രൊഡക്ഷനും കിട്ടില്ല. ബാങ്ക് ലോണൊക്കെ എടുത്ത് ചെയ്യുന്നവർക്ക് റീപേയ്മെൻറ്റ് പോലും കിട്ടാത്തൊരവസ്ഥയിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം സോളാറിൻ്റെ ബ്രാൻഡിനോടൊപ്പം തന്നെ ചെയ്യുന്ന സോളാർ EPC നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന് വില കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒന്നുകിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ഇൻസ്റ്റോളേഷൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ട്. ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി കുറയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ന് വെച്ചാൽ ക്വാളിറ്റിയായിട്ട് പ്രോഡക്റ്റ് ചെയ്യണം, സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എമൗണ്ട് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ റേറ്റ് മാത്രം നോക്കാതെ ഒരു കമ്പനികളുടെ സോളാർ EPCകളുടെ ഒരു റിലയബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് നോക്കുക തന്നെ ചെയ്യണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളാർ ഈ പറഞ്ഞ സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന ഒരു ദീർഘകാലത്തെ ബന്ധത്തിന്റെ തുടക്കമാണത്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം സെലക്ട് ചെയ്യാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രക്സ് അല്ലേ. ഇപ്പോഴും ഉദാഹരണത്തിന് ഞാനിപ്പോൾ 16 വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. എൻ്റെ കൂടെ വന്നതും അതിന് ഇടയ്ക്ക് വന്ന ഒരുപാട് കമ്പനികൾ നിർത്തിപ്പോയിട്ടുണ്ട് സോളാർ എന്ന് വെച്ചാൽ അവർക്കൊന്നും സർവീസ് കിട്ടുക. ഇപ്പം നേരത്തെ വന്ന കോൾ പോലെ തന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വി ഹാവ് 8,000+ സോളാർ കൺസ്യൂമേഴ്സ്, നമ്മൾ പ്രൊസ്യൂമേഴ്സ്. അപ്പോൾ നമ്മൾ ചെയ്ത കസ്റ്റമറിന് സർവീസ് കൊടുക്കുക എന്നുള്ളത് നമുക്കൊരു ഇതാണ്. എന്ന് വെച്ചാൽ ഒട്ടും ഈസി അല്ല ഒരു സർവീസ് കൊടുക്കുക. നമ്മൾ സെയിലും ഇൻസ്റ്റലേഷനൊക്കെ വീണ്ടും കുഴപ്പമില്ല, പക്ഷേ ആഫ്റ്റർ സെയിൽ സർവീസ് ഒരു ചലഞ്ച് തന്നെയാണ്. നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ പറ്റില്ല, ഇത്രയും നമുക്ക് ഗ്രോ ചെയ്യാൻ. അതെ സർ, നമുക്കൊരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ, കേരള കണക്ട്, ആരാണ്? ഞാൻ ബിജു ആണ്. എവിടുന്ന് വിളിക്കുന്നു? ഓക്കെ, മാറുന്ന കാലഘട്ടത്തിൽ സോളാർ എനർജിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എനർജി സിസ്റ്റംസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ റോയ് ക്രിസ്റ്റിയാണ് അതിഥി. സംസാരിക്കാം. ഹലോ, നമസ്കാരം സർ, പറഞ്ഞു. സാർ, ഞാനിത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒരു സംശയം. നമ്മൾ ഈ ഡ്രസ് വർക്കിൽ, അതായത് നമ്മൾ റൂഫിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ പാനൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ചെയ്യണോ? അതെങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? സാർ ഇപ്പോൾ വീട്ടിൽ സോളാർ ഉടനെ വെക്കുന്നുണ്ടോ? ഷീറ്റ് ചെയ്യുവാണോ? ഷീറ്റ് ചെയ്യാൻ തുടങ്ങിയോ? അല്ല, ഞാൻ ഷീറ്റ് ചെയ്യാനാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഒരു 6 months കഴിഞ്ഞതിന് ശേഷം എനിക്ക് സോളാറും കൂടെ വയ്ക്കണമെന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോഴേ സാർ ശ്രദ്ധിക്കാനുള്ളത്, റൂഫ് ചെയ്യുന്നവരോട് നമ്മുടെ സോളാർ ചെയ്യുന്ന EPC കമ്പനിയായിട്ടൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് സോളാർ പാനൽ വെക്കുന്നതിന് ഒരു ചെറിയ ഓറിയൻറ്റേഷൻ ഉണ്ട്. മീൻസ് നമ്മൾ സൗത്ത് ഡിഗ്രി ചരിച്ച ഒരു സൗത്ത് ഡിഗ്രി, അതായത് സൗത്ത് ഡയറക്ഷനിലോട്ട് ഒരു 10 to 15 ഡിഗ്രി ചരിവിലാണ് മാക്സിമം നമ്മൾ സോളാർ പാനൽ വെക്കുന്നതിന് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷീറ്റ് ചെയ്യുമ്പം ആ ഒരു സ്ലാൻഡിങ് കണക്കാക്കി അവർ ആദ്യം തന്നെ റൂഫ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാനൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ചെയ്യുന്നതിനുള്ളൊരു എളുപ്പമാണ്. കാര്യങ്ങൾ ചെയ്യുന്നതിന് കുറച്ചുകൂടെ ഒരു നല്ലതായിരിക്കും. കൺസൾട്ട് ചെയ്താൽ നല്ലതാണ്. അവർ ഒന്ന് റെഫർ ചെയ്യും, അവർ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊരു ഏകദേശം ഒരു ധാരണ തരും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് സർ. ഒരു ചെറിയ ബ്രേക്കിനുള്ള സമയമായിരിക്കുകയാണ്. കേരള കണക്റ്റിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറുന്ന കാലഘട്ടത്തിൽ സോളാർ എനർജിയുടെ പ്രാധാന്യം എന്ന് പറയുന്ന വളരെ റെലവൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. നമുക്ക് അതിഥിയായിട്ടുള്ളത് എനർജി സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ റോയ് ക്രിസ്റ്റിയാണ്. പ്രേക്ഷകർക്ക് ഫോണിലൂടെയും വാട്സാപ്പിലൂടെയും നിങ്ങളുടെ ചോദ്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേരള കണക്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. മാറുന്ന കാലഘട്ടത്തിൽ സോളാർ എനർജിയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം അതിഥിയായിട്ടുള്ളത് എനർജി സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ റോയ് ക്രിസ്റ്റിയാണ്. പ്രേക്ഷകർക്ക്
കോളിലൂടെയും വാട്സാപ്പിലൂടെയും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നു. സർ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ തീർച്ചയായിട്ടും അറിയാൻ ഏറ്റവും താല്പര്യമുള്ള കാര്യം ഇതിൻ്റെ ഒരു എക്കണോമിക്കൽ ആസ്പെക്റ്റാണ്. എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വരും, അത് എത്ര കിലോ വോൾട്ടിന് എത്ര രൂപ വേണ്ടി വരും, അത് നമുക്ക് എത്ര രൂപ സബ്സിഡി കിട്ടും, ബാങ്ക് ലോൺ ആണെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് സംസാരിക്കാമോ? നമുക്ക് ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ് 3 കിലോവാട്ട് തൊട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. 3 കിലോവാട്ട് സിസ്റ്റത്തിന് നമ്മൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഏത് ബ്രാൻഡാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതോടൊപ്പം സൈറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. അത് നമുക്കൊരു 2,10,000 മുതൽ 2,25,000 രൂപ വരെ ഡിപ്പെൻഡ്. അത് ചിലപ്പം ഒരു മൈക്രോ ഇൻവെർട്ടറോ പോലുള്ള കുറച്ചുകൂടെ ഹൈലി അഡ്വാൻസ്ഡിലോട്ട് പോവുകയാണെങ്കിൽ അത് വീണ്ടും കൂടും. പിന്നെ ഇതിനെല്ലാം ഉപരി നമ്മളൊരു ഹൈബ്രിഡ് മോഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 4-4.5 ലക്ഷം രൂപ വരെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൽ നമുക്ക് സബ്സിഡി എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കിട്ടുന്നത് 3 കിലോ വാട്ടായാലും 5 കിലോ വാട്ടിലൊക്കെ 78,000 രൂപ വരെയാണ് സബ്സിഡി കിട്ടുന്നത്, 78,000. അപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു 2,10,000 രൂപയ്ക്ക് ഒരു കസ്റ്റമർ ഒരു സോളാർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഒരു 78,000 രൂപയാണ് സബ്സിഡി ആയിട്ട് കിട്ടുന്നത്. ഇതിൽ നമുക്ക് 2 ലക്ഷം രൂപ വരെ ഇപ്പം ഈസിലി ലോൺ അവൈലബിൾ ആണ്. 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ITR വേണ്ട, കസ്റ്റമറിന് ഒരുവിധമുള്ള കസ്റ്റമേഴ്സിനല്ല, ഒരു സാധാരണപ്പെട്ടവന് സോളാർ വെക്കുക എന്നുള്ളൊരിതിലൂടെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ നാഷണലൈസ്ഡ് ബാങ്കുകൾ, എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും ലോൺ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ. അതിൽ 5.75% ഇൻട്രസ്റ്റിലോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 വർഷം വരെ റീപേയ്മെൻറ്റ് ടൈമുണ്ട്. അപ്പോൾ ഈ 10 വർഷം വരെ ഒരു 2,10,000 ഒരു 78,000 സബ്സിഡി കഴിഞ്ഞാൽ ബാക്കി ഒരു 1.25 ലക്ഷം രൂപ അല്ലെങ്കിൽ 1,32,200 രൂപയോളം വരും. അപ്പോൾ ഈ ഒരു എമൗണ്ടിൻ്റെ ഒരു ലോൺ എമൗണ്ട് നമുക്കൊരു 10 വർഷത്തേക്ക് അടയ്ക്കാനായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2,000 രൂപയ്ക്കകത്തേ ആവുള്ളൂ എന്ന് വെച്ചാൽ EMI വരുന്നത്. അപ്പം നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ 2 വീലറിൻ്റെ ചാർജിങ്ങും നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റൗവൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 7,000-7,500 രൂപ വരെ നമുക്ക് മന്ത്ലി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് സേവിങ്സ് കിട്ടും. ഇത് കൂടാതെ ഇപ്പം 5 വർഷത്തിനുള്ളിൽ അടച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്കൊന്നൊരു ബ്രേക്ക് ഈവൻ കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 4 മുതൽ 5 വർഷത്തിനിടയ്ക്ക് നമുക്കൊരു ഈ വെക്കുന്ന പ്ലാന്റ് ബ്രേക്ക് ഈവൻ ആക്കി എടുക്കാം. പക്ഷേ 7,500 രൂപ സേവിങ്സ് വെച്ചാണെങ്കിൽ നമുക്ക് 2.5 വർഷം മതി. എന്നുവെച്ചാൽ ഈ 1,30,000 നമുക്ക് ഒരു 7,000 വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ 2.5 വർഷം പോലും വേണ്ട. അത് തന്നെ നമുക്കത് കൃത്യമായിട്ട് നോക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗപ്പെടുത്തിയെടുക്കാം. ഈ 5 kVയുടേതാണെങ്കിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും? 5 കിലോ വാട്ട് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3,10,000 തൊട്ട് 3,25,000. അതിനും 78,000 രൂപ സബ്സിഡി ലഭിക്കുന്നതാണ് അല്ലേ? നമുക്ക് അടുത്തൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കേരള കണക്ട് ആരാണ്? പറഞ്ഞോളൂ, ആരാണ്? ഞാൻ എൻ്റെ പേര് കുമാരൻ, ഞാൻ പാലക്കാട് നിന്നാണ് മാഡം. ചോദിച്ചോളൂ, സാറിനോട് ചോദ്യം ചോദിച്ചോളൂ. ഓക്കെ. നമസ്കാരം സാർ. സാർ നമസ്കാരമുണ്ട് സാർ. എനിക്ക് ഡൗട്ട് എന്താ വെച്ചാൽ ഞാനിപ്പോൾ 1 വർഷമായി ഞാൻ സോളാർ 3 kVൻ്റെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതുവരെക്കും ബാങ്കിലേക്ക് എനിക്ക് ഒരു മറ്റേ ഇതും വന്നിട്ടില്ല, പേയ്മെന്റ് ഒന്നും ബാങ്കിൽ ത്രൂ ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ബാങ്കിൽ ഇതുവരെ ഞാൻ അന്വേഷിച്ചോ വന്നിട്ട്, ഞാൻ ഇതിന്റെ കഴിഞ്ഞ മാസം അന്വേഷിച്ചോ പറഞ്ഞു ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്താണ് സാർ, സബ്സിഡിയാണോ വരാത്തത്? സബ്സിഡിയാണോ? ആ സബ്സിഡി, അതെ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിന്റെ പേയ്മെന്റ് ആണ്. ഓക്കെ, KCB എന്നുള്ള പൈസ അല്ലേ? ഓക്കെ, അതായത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് അധികം വന്ന വൈദ്യുതിയുടെ പൈസ KCB ഇങ്ങോട്ട് കിട്ടുന്നതാണ് അല്ലേ? അതെ, അതെങ്ങനെയാണ്? ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം. അത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിലായിരിക്കും സാധാരണ, ഏപ്രിൽ മെയ്യോടെ ആയിരിക്കും കിട്ടുന്നത്. എനിക്ക് തോന്നി ഇപ്പം മാർച്ച് 31 ആയപ്പം കഴിഞ്ഞ ഫിനാൻഷ്യലിയുള്ളത് ക്ലോസ് ചെയ്ത് സാർ അത് ബാങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നോ, ഡോക്യുമെന്റ്സ് ഒക്കെ? അതെ, എല്ലാം കൊടുത്തിരുന്നു. അക്കൗണ്ട് ഡീറ്റെയിൽ കംപ്ലീറ്റ് കൊടുത്തു. ഇപ്പൊ എന്റെ വന്നിട്ട് ഒരു 2,000 kVയുടെ അടുത്ത് പോയി 1 വർഷമായി ഞാൻ വന്നിട്ട് ഇപ്പൊ വെച്ചിട്ട് വന്നിട്ട്. ഞാൻ കഴിഞ്ഞ ജൂൺ 1-ാം തീയതിയാണ് ഞാൻ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തന്നത് എല്ലാം ഇതായിട്ട്. ഇപ്പൊ 1 വർഷം കറക്റ്റ്. സാർ അടുത്തുള്ളൊരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, അവിടുത്തെ സൂപ്രണ്ടുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അത് എനിക്ക് തോന്നുന്നു ഇനി റിലീസ് ചെയ്യാൻ സമയമാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ഫിനാൻഷ്യലിയുള്ള ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇനി എന്തായാലും ചെയ്തു തരും അവർ. ഓക്കെ. ഞാൻ KSEBിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇതുവരെയ്ക്കും വന്നിട്ട് ആർക്കും കൊടുത്തിട്ടില്ല. അതായിരിക്കും, അപ്പോൾ ഇനി ആകുന്നതേ ഉള്ളൂ. അത് എന്ന് വെച്ചാൽ മാർച്ച് 31 ആയപ്പം അതിൻ്റെ ഇതായതേ ഉള്ളൂ കൊടുക്കുന്നതിനുള്ള സാധ്യത. എന്ന് വെച്ചാൽ ഇപ്പം ഫിനാൻഷ്യൽ ഇയർലി എൻഡാണ് അവർ ഫണ്ട് റിലീസ് ചെയ്യുന്നത്. എൻഡ് കഴിഞ്ഞിട്ട് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്.
ഓക്കെ സാർ, ഓക്കെ, ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. സാർ, നമുക്ക് വാട്സപ്പിൽ വന്ന ഒരു ചോദ്യത്തിലേക്ക് ഞാനൊന്ന് കിടക്കുകയാണ്. രാധാകൃഷ്ണൻ ആണ്, പാലക്കാട് നിന്നാണ് അയച്ചിരിക്കുന്നത്. വീട്ടിൽ 2 വൈദ്യുതി മീറ്ററുകളുണ്ട്. സോളാർ വെച്ച് കഴിഞ്ഞാൽ ഈ 2 നിലയിലെയും വൈദ്യുതി മീറ്ററുകളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഒരു വീട്ടിൽ തന്നെ 2 മീറ്റർ ഉണ്ട്, 2 നിലകളിലായിട്ട്. അപ്പോൾ ഈ 2 നിലയിലും ഈ പാനൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഫ്രീ വീലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ പേരിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത്, അതിപ്പോൾ എവിടെ ആയിക്കോട്ടെ, കേരളത്തിൽ എവിടെ ഒരു വീട്, നമുക്കൊരു 2 വീടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ സോളാർ വെച്ചിട്ട് അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ബാലൻസ് ഉള്ള ഇലക്ട്രിസിറ്റി അടുത്ത് എവിടെയാണുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു വീടുണ്ട്, കാസർഗോഡ് ഒരു വീടുണ്ടെങ്കിലും അവിടെ വേണമെങ്കിൽ നമുക്ക് ഫ്രീ വീലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തരുന്നുണ്ട്. അതിനെന്താണ് സാർ അതിൻ്റെ ഒരു റിക്വസ്റ്റ് ഫോം കൂടെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് നമുക്ക് അതിൻ്റെ ഒരു ആദ്യം തന്നെ നമ്മൾ പ്ലാന്റ് കമ്മീഷനിങ് ആവുന്നതിനോടൊപ്പം അതിനോടൊപ്പം KSEBിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുക, എനിക്കൊരു കൺസ്യൂമർ, അത് ഒരാളുടെ പേരിലായിരിക്കണം കണക്ഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മാമിൻ്റെ പേരിലാണ് ഒരു വീടെന്നുണ്ടെങ്കിൽ മറ്റേ വീട് ആ സെയിം ആളുടെ വീട്ടിൽ തന്നെ ആയിരിക്കണം ഉണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ, ഫ്രീ വീലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഓക്കെ, അത് ഈ പ്ലാന്റ് കമ്മീഷൻ ആവുന്ന സമയത്ത് തന്നെ കൊടുക്കണം, അതിനുശേഷം കൊടുക്കാം. റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും അല്ലേ സാർ? ഇനി ഈ സോളാർ പ്ലാന്റുമായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ആൾക്കാർ കേട്ടിട്ടുള്ള ചില വാക്കുകളാണ്, പക്ഷെ എന്താണെന്നുള്ളതിനെ പറ്റി ധാരണയില്ലാത്ത, ഇപ്പം ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഹൈബ്രിഡ് മോഡ്, അപ്പം ഇതൊക്കെ എന്താണെന്നൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ? നമ്മൾ ഇതിൽ 3 തരത്തിലാണ് യഥാർത്ഥത്തിൽ സോളാർ പവർ പ്ലാന്റ് ഉള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ്. ഇപ്പോൾ ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ലെസ് ഓപ്പറേഷനാണ്. അതായത് ബാറ്ററി ഇല്ലാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ കൺസംഷൻ കഴിഞ്ഞുള്ളത് ഗ്രിഡിലോട്ട് എക്സ്പോർട്ടായി നമുക്ക് തിരിച്ച് വൈകുന്നേരം എടുക്കുന്നു. അതായത് നെറ്റ് മീറ്ററിംഗ് ആണ്. അപ്പോൾ നമുക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടും അറിയാൻ പറ്റും നെറ്റ് മീറ്ററിങ്ങിലൂടെ. പകൽ സമയം നമ്മൾ അതായത് നമുക്ക് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ സോളാർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇലക്ട്രിസിറ്റി ബില്ല് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. നമ്മൾ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഇതിപ്പോൾ ഉദാഹരണത്തിന് 100 യൂണിറ്റ് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് 90 യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്യും. ഈവനിങ് ടൈമിലായിരിക്കും നമുക്ക് ഏറ്റവും കൺസംഷൻ വരുന്നത്. ആ സമയത്ത് എടുക്കും. നെറ്റ് എത്രയുണ്ടോ അത് പിറ്റേ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പം ടോട്ടലി നമുക്ക് അറിയാൻ പറ്റും എത്ര പ്രൊഡ്യൂസ് ചെയ്തു, എത്ര കൺസ്യൂം ചെയ്തു എന്നുള്ളത്. അത് കഴിഞ്ഞ് ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആണ്, നമുക്ക് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം. ഉദാഹരണത്തിന് നമ്മൾ സോളാർ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യുന്നു. KSEBിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. KSEBിനെ ഡിപ്പെൻഡ് ചെയ്യാതെ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഹൈബ്രിഡ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോത്താണ്, അതായത് ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡുമായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഉള്ളതിലൊരു അപാകത, ഇത് നമുക്ക് ഗ്രിഡിൽ സപ്ലൈ ഇല്ലെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഓഫായി പോകും. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു ഗ്രിഡിൽ സപ്ലൈ ഇല്ലാത്ത സമയത്ത് ഓഫാവുമെന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഐലൻഡിങ് എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. മീൻസ് നമുക്ക് ഇപ്പോൾ വൈദ്യുതി നമ്മുടെ ഒരു മെയിൻ്റനൻസ് ഒക്കെ നടക്കുമ്പോൾ അവർ ഓഫ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം വരാതിരിക്കാനാണ് ഈ ആൻറ്റി ഐലൻഡിങ് പ്രൊട്ടക്ഷൻ വെച്ചിരിക്കുന്നതും പവർ ഫെയിലിയർ ഉള്ള സമയത്ത് സിസ്റ്റം ഓഫ് ആവണമെന്നുള്ളൊരു ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഹൈബ്രിഡ് മോഡൽ വരുമ്പോൾ അതിനൊരു ഗുണം, നമുക്ക് ഓഫ് ഗ്രിഡായിട്ടും വർക്ക് ചെയ്യും, ഓൺ ഗ്രിഡായിട്ടും വർക്ക് ചെയ്യും. ഉദാഹരണത്തിന് പകൽ സമയത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി പോയാലും നമ്മുടെ ഗ്രിഡ് ഫെയിലായാലും നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് കൺസംഷനായിട്ട് ഇറക്കാം, ബാറ്ററിയിലൂടെ സ്റ്റോറേജും ആവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഗുണം. അത് ഇത്തിരി ചിലവ് കൂടുതലാണ്, പക്ഷേ കുറച്ചുകൂടെ ഇപ്പോഴുള്ള ആൾക്കാർ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ച് ഹൈബ്രിഡിലോട്ട് വന്നു വെച്ചാൽ ഭാവിയിൽ നമ്മുടെ നാട് മാറാൻ പോകുന്നത് സ്വന്തമായിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് സ്വന്തമായിട്ട് സ്റ്റോർ ചെയ്ത് സ്വന്തമായിട്ട് കൺസ്യൂം എന്ന് വെച്ചാൽ KSEBിന് പരമാവധി ഡിപ്പെൻഡൻസി കുറച്ചായിരിക്കും ആൾക്കാർ സോളാറിലോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൈബ്രിഡിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏറ്റവും പവർ ഫെയിലിയർ ഉള്ള മേഖലകളിൽ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ സാർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ കേരള ലക്ഷ്മി എന്നാണ്. ഓക്കെ, സംസാരിച്ചോളൂ സാറിനോട്. ഓക്കെ, ഞാനിപ്പോ സോളാറിന്റെ ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് വിളിക്കുവാണ്. സാധാരണ ഒരു ആൾക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് സോളാർ ചെയ്യാൻ പറ്റുക, അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് പറഞ്ഞു തരാമോ? സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇലക്ട്രിസിറ്റി ബില്ല് 3000 രൂപയോളം ബില്ല് വരുന്നുണ്ട്. 3000 രൂപ ബില്ല് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 കിലോവാട്ട് സിസ്റ്റം ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് നിങ്ങളുടെ നിയർ ബൈ ഉള്ള ഏതെങ്കിലും സോളാർ EPC അല്ലെങ്കിൽ നല്ലൊരു EPCനെ കണ്ടെത്തി നിങ്ങൾ അവരുടെ നിന്നും അല്ലെങ്കിൽ 1-2 പേരിൽ നിന്ന് കോട്ട് വാങ്ങുക. അതുകൂടാതെ തന്നെ നമുക്ക് ഏറ്റവും അതിൽ റിലയബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ അല്ലാതെ സോളാർ EPC തരുന്ന റേറ്റ് മാത്രം നോക്കാതെ നല്ല ക്വാളിറ്റിയുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ട് കിട്ടുമെന്നുള്ള ഉറപ്പുള്ള ഒരു കമ്പനീനെ
ചൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. 3 കിലോവാട്ട് സിസ്റ്റമാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതിലിപ്പോൾ നമുക്ക് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് 10 വർഷം വരെ EMI-യോടെ. അപ്പം എടുക്കുന്ന ആളിന് ഒരു 65 വയസ്സിനും താഴെ ഏജ് ഉണ്ടായിരിക്കണമെന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കോ ആപ്ലിക്കൻറ്റും കൂടെ വേണ്ടി വരും. ആ രീതിയിൽ നമുക്ക് ലോണോടെ വേണമെങ്കിൽ നമുക്ക് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഓക്കെ. ഈ സോളാർ ചെയ്യുമ്പോഴത്തേക്ക് ബില്ല് കുറവായിട്ട് വരുമല്ലോ അല്ലേ? ആ ബില്ല് കുറയും. നിങ്ങൾക്ക് പിന്നെ മീറ്റർ റെൻറ്റ് മാത്രമേ അടയ്ക്കേണ്ടി വരുള്ളൂ. ഇപ്പം സിംഗിൾ ഫേസ് കണക്ഷൻ ആണെങ്കിൽ എനിക്കൊന്നൊരു 70 റുപ്പീസ് ആയിരിക്കും. ദെൻ 3 ഫേസ് ആണെങ്കിൽ ഒരു 200 രൂപയോളം നമുക്ക് മീറ്റർ റെൻറ്റ് വരും. അത് മാത്രമേ വരുള്ളൂ ഡൊമസ്റ്റിക്കിൽ. നമുക്ക് എല്ലാ ബാങ്ക് വഴിയും ലോൺ കിട്ടുമല്ലോ അല്ലേ? നാഷണലൈസ്ഡ് ബാങ്ക്, എല്ലാ നാഷണലൈസ്ഡ് ബാങ്ക് വഴിയും നമുക്ക് ലോൺ അവൈൽ ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. താങ്ക് യു സാറ്. ഒരു കാര്യം, അതായത് ഇപ്പോൾ കമേഴ്ഷ്യലായിട്ട് ഉള്ള സ്ഥാപനങ്ങൾക്ക്, ഇപ്പോൾ കമേഴ്ഷ്യൽ പർപ്പസിന്, ഇപ്പോൾ വലിയ തിയേറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഷോപ്പിംഗ് മോൾസ് ആവാം, അല്ലെങ്കിൽ ബിസിനസ് സെൻറ്റേഴ്സ് ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഈ കമേഴ്ഷ്യലായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എത്രത്തോളം ലാഭകരമാണ്? അത് വലിയ റിസൾട്ട് ഉണ്ടാക്കുമോ? ആക്ച്വലി കൊമേഴ്സ്യൽ, നമ്മൾ നേരത്തെ ഇത്രയും നേരം സംസാരിച്ച ഡൊമസ്റ്റിക് സെഗ്മെൻറ്റിലുള്ള ആൾക്കാരാണ്. ഏറ്റവും ലാഭകരം കൊമേഴ്സ്യലുള്ളവർക്കാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ബ്രേക്ക് ഈവൻ ആവും. എന്ന് വെച്ചാൽ നമ്മൾ വീടുകളിലൊരു 5 രൂപ 6 രൂപയാണ് ഇലക്ട്രിസിറ്റി ബില്ല് യൂണിറ്റിനെങ്കിൽ, ഇത് 8, 9, 10, 11, 12 രൂപ വരെ പീക്ക് ടൈമിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു യൂണിറ്റിന് ചാർജ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവർ ഡീസൽ ജനറേറ്ററൊക്കെ ഉപയോഗിച്ചാണ് പീക്ക് ടൈമിൽ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൊമേഴ്സ്യൽ കസ്റ്റമറിന് 3-3.5 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിട്ടേൺ വരും. ഇതിനെല്ലാം ഉപരി അവർക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സിൻ്റെ ഡിപ്രീസിയേഷൻ, അതുകൂടാതെ GST ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഭയങ്കര ലാഭമാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ഡീസൽ ജനറേറ്റർ വെച്ചിട്ട് ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മിനിമം ഒരു 27-28 രൂപയോളം യൂണിറ്റിന് വരും. അത് വെച്ച് നോക്കുമ്പം അതുമല്ല, അത് ഭയങ്കര മെയിൻ്റനൻസ് കൂടുതലാണ്, പൊല്യൂഷനാണ്. ഇപ്പം ഡീസൽ ജനറേറ്റർ അറിയാമല്ലോ, നമുക്ക് സൗണ്ടും പുകയും ഇതും എല്ലാം വരും. അപ്പം നമുക്ക് വലിയ ബസ് പോലുള്ള കാര്യങ്ങൾ അവൈലബിളാണ്. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. വലിയ നമുക്കിപ്പം 50 കിലോവാട്ടോ 100 കിലോവാട്ടോ അല്ലെങ്കിൽ 500, 1000 അല്ലെങ്കിൽ 1 മെഗാവാട്ട് വരുന്ന സിസ്റ്റങ്ങൾ വേണമെങ്കിൽ ബാക്കപ്പോടെ നമുക്ക് ചെയ്യുന്നതിനുള്ള ടെക്നോളജിയും ഇതുമില്ല. റെനർജി അതുപോലുള്ള പ്രോജക്റ്റുകൾ, വലിയ പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുമുണ്ട്. ഓക്കെ സാർ, ഈ റെനർജിയുടെ സർവീസ് നമുക്കിപ്പോൾ എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? അതിൻ്റെ വിശദാംശങ്ങളൊന്ന്. നമുക്കിപ്പോഴേ റെനർജിയുടെ സർവീസ് നമുക്ക് ഓൾ കേരള പ്രോജക്റ്റ് ചെയ്യുന്നു, കൂടാതെ തമിഴ്നാട് നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു റെനർജിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമുക്കൊരു 35ഓളം ഫ്രാഞ്ചൈസിയും 50-60 ഇടയ്ക്ക് ഡീലർ നമുക്കുണ്ട്. അപ്പം ഇത്രയും ഫ്രാഞ്ചൈസി ഡീലർ നെറ്റ്വർക്കുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഫ്രാഞ്ചൈസി അല്ല, നമ്മുടെ തന്നെ ബ്രാൻഡിലൊരു ഓഫീസ്, ഒരു കസ്റ്റമറിന് സോളാർ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി തിരക്കുന്ന രീതിയിൽ, ആ രീതിയിൽ അടുത്തുനിന്ന് തന്നെ നമുക്ക് സർവീസോ എന്തെങ്കിലും അവർക്ക് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് തന്നെ സോളാർ, ഞാൻ നേരത്തെ പറഞ്ഞു, പെട്ടെന്ന് പ്യുവർലി സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. നമുക്ക് എന്തെങ്കിലും വിളിച്ചാൽ ഓടിയെത്തുക, കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം 35 അസംബ്ലിയിലുള്ള നമ്മളെ നെറ്റ്വർക്കുണ്ട്. നമ്മുടെ റെനർജിയുടെ ടാർഗറ്റ് തന്നെ വരുന്ന ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 7-8 മാസത്തിനുള്ളിൽ 140 അസംബ്ലിയിൽ നമ്മുടെ ഫ്രാഞ്ചൈസികൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. കേരളത്തിലെ എല്ലാ പ്രദേശത്തും എല്ലാ അസംബ്ലിയിലും നമ്മൾ ഫ്രാഞ്ചൈസി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഈസി ആയിട്ട്, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ കോളിൽ നമുക്ക് വന്നൊരു കാര്യം, അവർക്ക് സർവീസ് കിട്ടുന്നില്ല എന്നൊരു ഇഷ്യൂ പറഞ്ഞു ഒരു മാം. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിനൂടെ ഒരു പ്രതിവിധി നമ്മൾ കാണുകയാണ്. എന്ന് വെച്ചാൽ ആരെങ്കിലും സോളാർ ചെയ്തിട്ട് സർവീസ് കിട്ടാത്തവർക്കുണ്ടെങ്കിൽ റെനർജി വഴി സർവീസ് കൊടുക്കുക എന്നുള്ളതും നമ്മുടെ ഒരു ഫ്യൂച്ചറിലുള്ള ഒരു ടാർഗറ്റ്. ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒരു ക്വാളിറ്റിയോടെയും കുറച്ചുകൂടെ അഗ്രസീവായിട്ടും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സാർ, നമ്മുടെ പല കോളേഴ്സിനോടും പറഞ്ഞു, ഇപ്പം ഏത് EPC ആണെന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നമുക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. ഈ പറഞ്ഞ ഒരു 10-30 വർഷത്തേക്കുള്ള സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞത് ഒരു 10 വർഷമെങ്കിലും വേണം. അതെ. അപ്പോൾ എൻ്റെ ചോദ്യം, ഇപ്പം ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ നമുക്കൊരു EPC ഒരു പ്രൊവൈഡറുടെ സൈഡിൽ നിന്ന് തന്നെ വേണം. പക്ഷേ ഈ കസ്റ്റമറിന് തന്നെ അല്ലെങ്കിൽ കൺസ്യൂമറിന് തന്നെ അവർക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സർവീസിൽ ഒരു ഡെയിലി മോഡിലോ അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് എങ്ങനെയാണ് അതൊന്ന് നോക്കാൻ പറ്റുക? നമുക്കതിൽ നമ്മളിപ്പോൾ ഒരുവിധം നമ്മളെ വീടുകളിലെല്ലാം വൈഫൈ ഉണ്ട്. വൈഫൈ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിൽ മോണിറ്ററിങ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൊബൈലിൽ മോണിറ്റർ ചെയ്യുമ്പോൾ ഒരു ദിവസം എത്ര പ്രൊഡക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും എത്ര പ്രൊഡക്ഷൻ നടക്കുന്നത് നമുക്ക് ലൈവായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് പ്രൊഡക്ഷനിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ അത് ചിലപ്പോൾ ഒരു പൊടി വീണതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികളെ കാഷ്ടിച്ചതാവാം, അല്ലെങ്കിൽ
ചെളി പിടിച്ചിരിക്കുന്നതോ ഇതൊന്ന് ക്ലീൻ ചെയ്ത് പാനൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ വരുന്ന ബ്രേക്കർ വല്ലതും ട്രിപ്പായി പോകണം. അതും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കേബിളോ കണക്ടേഴ്സോ ഒക്കെ ബേൺ ആയി പോയി കഴിഞ്ഞാൽ സിസ്റ്റം ഷട്ട് ഡൗൺ ആയി കിടക്കും. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ നടക്കില്ല. അപ്പോൾ ആ രീതിയിൽ ഇവർക്ക് മോണിറ്ററിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ എനർജി അടുത്തൊരു ഫ്യൂച്ചർ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് അത് നോക്കുന്നത് ഇപ്പം ഒരു കസ്റ്റമർ ഇപ്പം നമ്മുടെ വെച്ച കസ്റ്റമറിന് ഒരു പ്ലാന്റ് ഓഫായി കിടന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൻ്റെ ഒരു അലർട്ട് വരികയും അത് കസ്റ്റമറിന് നമ്മൾ അത് റിവർട്ട് ചെയ്യുകയും ചെയ്യുന്നുള്ള രീതിയിലൊരു ഫെസിലിറ്റി വിത്തിൻ ഒരു 6 മന്തിനുള്ളിൽ ആ ഒരു സ്കീം ആ ഒരു പ്രത്യേക ഒരു ഓപ്ഷനോടെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ സർ, ഈ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അറിയാനുള്ളൊരു കാര്യം, അതായത് ഇപ്പം ഈ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾ ഇപ്പം 10th അല്ലെങ്കിൽ ITI കഴിഞ്ഞ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ സോളാർ എനർജിയും അല്ലെങ്കിൽ ഈ ടെക്നോളജിയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും സാധ്യതകൾ എനർജി തുറന്നിടുന്നുണ്ടോ? നമുക്ക് ഇത് ഒരു നല്ലൊരു ചോദ്യമാണ്. നമുക്കിപ്പം ഇപ്പോൾ 10ാം ക്ലാസ് ഇപ്പോൾ ജയിച്ചതോ തോറ്റതോ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടോ ഇപ്പോൾ ഫുള്ള് പേപ്പർ കിട്ടാതെ അത് ITI ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിപ്ലോമ ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ്, അപ്പം ഇവർക്കെല്ലാം നമുക്കൊരു നല്ല രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ തുറന്നിട്ടുണ്ട്. അതായത് ഒരു ട്രെയിനിങ് ഇന്റേൺഷിപ്പ് പ്ലസ് 100% ക്വാളിറ്റിയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് ഇവരെല്ലാം കൊണ്ടുവന്ന് നമ്മൾ റിന്യൂബിൾ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവി ഇതിൽ ഏറ്റവും ഗ്രോയിങ് ആയിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റിയും വളരെ വലുതാണ്. ഇവരെ വന്ന് നമുക്ക് അവരെ ട്രെയിൻ ചെയ്ത് അവർക്ക് ഒരു ഇന്റേൺഷിപ്പ് കൊടുത്ത് അവരെ നമുക്ക് കമ്പനിയിൽ നമുക്ക് 100% പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതിനുള്ള തന്നെ ഒരു ഓപ്ഷൻ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ ഗൾഫ് റിട്ടേണീസ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള അങ്ങനെ മനസ്സിലായി. അത് നമ്മളിപ്പം നേരത്തെ പറഞ്ഞില്ലേ ഫ്രാഞ്ചൈസിയുടെ കേസ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഫ്രാഞ്ചൈസിയൊക്കെ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. എന്ന് വെച്ചാൽ ഓരോ അസംബ്ലിയിൽ നമ്മൾ നല്ല രീതിയിലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നെടുക്കുന്നത്. ഇവർക്ക് ആവശ്യത്തിനുള്ള ട്രെയിനിങ് കൊടുക്കും. ഇപ്പോൾ സ്വന്തമായിട്ട് സോളാർ EPC തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് കുറേ ചലഞ്ചസ് ഉണ്ട്. എന്ന് വെച്ചാൽ ദീർഘമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്, ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്നു, അതിൻ്റെ സർവീസ് കൊടുക്കണം. അപ്പോൾ ഫ്രാഞ്ചൈസി മോഡിലോട്ട് പോയി കഴിഞ്ഞാൽ സർവീസുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കേന്ദ്ര ഇതെന്നുള്ള രീതിയിൽ എനർജിയുടെ ഒരു ഹെഡ് ഓഫീസിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും. ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ട്. അപ്പോൾ അവർക്ക് ഫ്രാഞ്ചൈസി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ റിസ്ക് ഫ്രീ ആയിട്ടും ഒരുപാട് മുടക്കുമുതലില്ലാതെ തന്നെ അവർക്ക് ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്ത് അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള, ഇൻ കേസ് ഒരു രൂപ പോലും മുടക്കാതെ തന്നെ ഡീലർഷിപ്പ് ഓപ്പൺ ചെയ്ത് അവർക്ക് വേണമെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും എനർജിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ സർ, ഈ DCR എന്താണ് ഈ നമ്മൾ സോളാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ? അത് DCR നോൺ DCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന സെല്ലാണ്. അതായത് നമ്മൾ ഡൊമസ്റ്റിക് കണ്ടൻറ്റ് റേഷ്യോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലാണ് DCR സെൽ എന്ന് പറയുന്നത്. നോൺ DCR സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന സെല്ലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സബ്സിഡി സ്കീമിന് പ്യൂർലി DCR സെല്ല് ഉപയോഗിക്കണമെന്നാണ് നിയമം. അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച സെൽസേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇതിലെ സബ്സിഡി കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൂടാതെ ഇപ്പം കൊമേഴ്സ്യലിനും ഇപ്പോൾ അതുപോലുള്ളൊരു നിയമം വരുന്നുണ്ട് ഉടനെ തന്നെ. ഓക്കെ. അപ്പോൾ അത് എങ്ങനെയായിരിക്കും അത് DCR സെല്ല് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രൈസിങ് കൂടും. ഇപ്പോൾ കൊമേഴ്സ്യൽ കസ്റ്റമറിന് ഇപ്പോൾ നോർമലി ചെയ്യുന്നതിൻ്റെയൊന്നും കുറച്ചുകൂടെ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ കമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി ആ നിയമം ആവാറായി ചെയ്ത് ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് പാടായിരിക്കും ചെയ്യാനായിട്ട് അല്ലേ? സാർ, നമ്മൾ ഈ ലോണ് അവെയിൽ ചെയ്യുന്നതിനെ പറ്റിയും അതുപോലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പം ഈ PM സൂര്യഘർ എന്ന് പറയുന്ന ഒരു സ്കീം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അതിൻ്റെ ഉപഭോക്താക്കൾ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം അത് ഇഫക്റ്റീവായിട്ട് നമ്മുടെ കേരള സ്റ്റേറ്റിൽ അത് റൺ ചെയ്യുന്നു? കാരണം ഇപ്പം PM സൂര്യർ ഓൾ ഇന്ത്യയിൽ കേരളം 4ാം സ്ഥാനത്താണ്. അപ്പം എനിക്കത് ഗുജറാത്ത്, UP, മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കേരളം 4ാം സ്ഥാനത്താണ്. ഇത്രയും ചെറിയ സംസ്ഥാനം നമ്മുടെ ആൾക്കാർ എത്രത്തോളം നല്ല രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നല്ല രീതിയിൽ ഏറ്റവും ബൂമിംഗ് ആയിട്ട് എനിക്കൊന്ന് രജിസ്റ്റർ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് കേരള സംസ്ഥാനത്താണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3.5 lakhs 3.25 lakhsോളം കൺസ്യൂമേഴ്സ് സോളാർ റൂഫ് ടോപ്പ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അല്ലേ? ഞാൻ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ സെൽഫ് റിലയൻറ്റ് ആവാൻ ഏതൊക്കെ മാർഗ്ഗങ്ങളിൽ സാധിക്കുമോ അത്രയും നല്ലതാണ് എന്നുള്ളൊരു വലിയ തിരിച്ചറിവിലൂടെയാണ് നമ്മുടെ ഈ ലോകം, ഈ ജനറേഷൻ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു മണിക്കൂർ സമയം വളരെ ഇൻഫർമേറ്റീവ്. കാരണം ഒരുപാട് പേര് സോളാർ ഇൻസ്റ്റാൾ ചെയ്തവരുണ്ട്. അവർ നേരിടുന്ന ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളടക്കം
വളരെ സീരിയസ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ ഗസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മണിക്കൂർ സമയം വളരെ ഇൻഫർമേറ്റീവായി കാണുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നന്ദി സർ, നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. വളരെ ഡീറ്റെയിൽഡായി എങ്ങനെ നമുക്കൊരു സോളാർ പ്ലാന്റ് നമ്മുടെ വീട്ടിൻ്റെ മേൽക്കൂരയിൽ തന്നെ എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്യുക, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ സർവീസ് എങ്ങനെയായിരിക്കണം, വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രീ റോയ് ക്രിസ്റ്റി ആയിരുന്നു നമ്മുടെ ഇന്നത്തെ അതിഥി. 1 മണിക്കൂർ സമയം ഇൻഫർമേറ്റീവായി കാണുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, കോളേഴ്സിനും, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവർക്കും നന്ദി. താങ്ക് യു.